പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ തള്ളലായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് കറണ്ട് പോയി. സുഹൃത്തുക്കളെ, ഇന്നലെയാണ് ഏതോ സ്ഥലത്ത് ഗംഭീരമായിട്ട് അദ്ദേഹം തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് അങ്ങോട്ട് പോയത്. ഇതോടുകൂടി എനിക്കടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഒരു മൈക്കെടുത്ത 4 തള്ളു തള്ളാനുള്ള കറണ്ട് പോലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല എന്നതാണ്. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നത്? എ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിച്ചത്. എന്തിനാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നത്? ഒരു സംശയമില്ല, പൊതുജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 60 ദിവസമായിട്ട് എന്ത് തരം ക്ഷേമ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതുവരെ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിർത്തലാക്കുക എന്നല്ലാതെ, KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു വലിയ വ്യവസായം തകർക്കുക എന്നല്ലാതെ, ആരോഗ്യരംഗത്ത് പാടെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് 100-100-ലധികം ആളുകള് പനി പിടിച്ച് മരിക്കുക എന്നല്ലാതെ എന്ത് പ്രവർത്തനമാണ് ഈ ഒരു കഴിഞ്ഞ 60 ദിവസത്തിനിടയ്ക്ക് ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ചെയ്തു കൂട്ടിയത്? ഒരല്പം ബോധമുള്ള, കൃത്യമായിട്ടും ഒരു എന്താ പറയുക, വിഷനുള്ള ആരെങ്കിലും ഒരാളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ സംശയമാണ്. എന്തായാലും നമുക്ക് തമാശ രീതിയിലൊക്കെ പറഞ്ഞു വെക്കാം, VD സതീശനെ പോലും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയാം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പവർ കട്ട്. പ്രസംഗത്തിനിടെ മൈക്കും ലൈറ്റും ഓഫായി. മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടത്. പ്രതിസന്ധി ശരി, അപ്പോ അതൊരു ഭീകര പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി പല രീതിയിലാണ് നമ്മുടെ കേരളത്തില് ഇപ്പോൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിലടക്കം ഇന്ന് പുലരാൻ കാലത്താണ് ഈ പറയുന്ന കട്ടുണ്ടായത്. ഇപ്പൊ കട്ടിലാണ്. രാവിലെ 9 മണിക്ക് കറണ്ട് പോയതാണ്. ഇനി എപ്പോ വരുമോ എന്തോ. ഇതൊക്കെ എന്തിന്റെ പേരിൽ നടത്തുന്ന കട്ടാണെന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പറയുന്നത് പോച്ച വെട്ടാൻ വേണ്ടിയിട്ടാണ്, അത് വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം അപ്രഖ്യാപിതമായിട്ടുള്ള ചില ഐഡിയാസിന്റെ ഭാഗമായിട്ട് കറണ്ട് കട്ട് ചെയ്തിടുകയാണ്. എന്തായാലും കഴിഞ്ഞ 8 വർഷത്തെ കുറിച്ച് ഇങ്ങനെയും പറയുന്നുണ്ട്. அனைவருக்கும் வணக்கம். கேரளாவுக்கு 8 வருஷம் ஆச்சு. இது வரைக்குமே இந்த மாதிரி பிரச்சனையை பார்த்ததே கிடையாது. என்ன அப்படின்னா பவர் கட்டு அடிக்கடி இப்ப எல்லாம் பவர் கட்டாയി. ഒരു അമ്മയാണ്. ആ അമ്മ പറയുന്നത് പവർ കട്ട് അതിഭീകരമാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും നേരം ഉറങ്ങാൻ സാധിക്കുന്നില്ല. ചില കുട്ടികളൊക്കെ ഉണ്ട്, ഫാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം എഴുന്നേൽക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ അതിഗംഭീരമായിട്ട് VD സതീശ മേനോനെ അപാരമായിട്ട് സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ഒരു സംശയം വേണ്ട, അത് നമ്മുടെ സ്മൃതി പരുത്തിക്കാടാണ്. കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിന് പോലും ഇത് പറയേണ്ടി വന്നു. ഒന്ന് നോക്കി, അവിടെ കറണ്ട് പോയി. പറയൂ, കേൾക്കാമോ? എടി തോമസ്, കറണ്ട് പോയി കേട്ടോ. അവിടെ കറണ്ട് പോയി. കേൾക്കാമോ? എടി തോമസ്, കറണ്ട് പോയി കേട്ടോ. കേൾക്കാമെങ്കിൽ എങ്ങനെയുണ്ട് ഈ കറണ്ട് പോയി എന്ന് പറയുന്ന ഒരു വർത്തമാനം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലേക്ക് പറയേണ്ട ഗതികേട് വന്നത്? അത് സ്മൃതി പരുത്തിക്കാടിന് തന്നെ എന്നുള്ളതാണ് ഈ വിധി വൈപരീത്യം എന്നൊക്കെ പറയും അല്ലേ? സ്മൃതി പരുത്തിക്കാടിന് തന്നെ അങ്ങനത്തെ ഒരു വാർത്ത പറയേണ്ടി വന്നു, കറണ്ട് പോയി സുഹൃത്തുക്കളെ എന്നുള്ളത്. ഇനി ഇത് നമ്മൾ തമാശയായിട്ടൊക്കെ ഇതിനൊക്കെ പറയുമെങ്കിലും ഇതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അവസ്ഥ കാണിച്ചു തന്നു. ഇനി വേണമെങ്കിൽ ഒരു കുഞ്ഞിന്റെ കൂടി അവസ്ഥ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, നമ്മുടെ സുന്ദരമായ കൊച്ചു കേരളത്തിന് പുഞ്ചിരിക്കുന്ന ഒരു മന്ത്രിയെ കിട്ടി. അപ്പൊ കണ്ടില്ലേ, നമ്മൾ കിടന്ന് അനുഭവിക്കുകയാണ്. 10 വർഷമായിട്ട് ഇല്ലാത്ത പവർ കട്ട്, മൊത്തത്തിൽ അന്ധകാരാണ്. 10 വർഷം നമ്മളെ ഭരിച്ചിരുന്നത് നല്ലൊരു ഇരട്ടച്ചങ്ങയായിരുന്നു. അദ്ദേഹം ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും പിന്തള്ളിയത്. ഇപ്പൊ കണ്ടില്ലേ, ചിരിക്കണ മന്ത്രിയെ കിട്ടിയിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. ശരിക്കൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് ഐശ്വര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്. ഇത് എന്ത് ക്ഷേമോ എന്ത് ഐശ്വര്യമാണ് നമുക്ക് കിട്ടുന്നത്? കണ്ടില്ലേ, അവർക്കട്ട് 2 മാസം പ്രായമായ കുട്ടിയാണ് വീട്ടിനുള്ളിലേക്ക് കയറാൻ അല്ലേ? അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറയുന്നില്ലേ എന്ത് ഐശ്വര്യമാണ്, എന്താണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം അത് ചോദിക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ആളുകളൊക്കെ ഇതിനെ തമാശ വലികരിക്കുകയാണ്. നോക്കൂ, ഇന്നിപ്പോ അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയില്
കറണ്ട് കട്ട് ആയി. പരിപാടിയുടെ വേദിയിൽ കണ്ടില്ലേ, എന്നാ വാർത്ത കണ്ടില്ല, കറണ്ട് കട്ടായി. വേദിയിൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ കറണ്ടില്ല. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് മൈക്ക് തകരാറാവുക മാത്രമേ ഉണ്ടാകും. ചെറിയ വീട്ടിൽ മൈക്ക് തകരാറാവും. പക്ഷേ ഇപ്പൊ കറണ്ട് മൊത്തം പോയിരിക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും എന്റെ സുഹൃത്തുക്കളെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കേരളത്തിൽ ഇങ്ങനെ ആളുകളൊക്കെ ബുദ്ധിമുട്ട് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സമരം ചെയ്യണമെന്ന് പോലും ആർക്കും തോന്നാത്ത എന്താ? ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ആളെ വിളിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ കറണ്ട് പോകുന്നു, സാറേ കറണ്ട് പോയിട്ടോ എന്ന് പറയേണ്ട ഗതികേട് വരുന്നു. ഇതിനൊക്കെ ഭാഗമായിട്ട് നമ്മൾ യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല നമുക്ക് തോന്നിപ്പോകുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആ ഒരു എഴുതി വെച്ച കണക്കൊക്കെ അവതരിപ്പിച്ച ആ മനുഷ്യനോട് മന്ത്രിയോട് കാര്യം ചോദിച്ചു നോക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടും മറുപടി. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ AK ബാലൻ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ എന്നോട് നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തണം, രാത്രി കാലങ്ങളിലെ ഉപയോഗം, അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു, അവരോട് സഹകരിക്കാൻ. എന്ത് പ്രയാസം മനസ്സിലാക്കുന്നു? ഇവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് AC മുറികളില് ഇല്ലേ, ഇൻവേർട്ടറൊക്കെ ഉണ്ടായിരിക്കും, വളരെ ഹാപ്പി ആയിട്ട് ഇവരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുണ്ടാവും. ജനങ്ങൾ അപ്പുറത്ത് വേർത്ത് കുളിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോഴും ചിരിക്കുന്ന മുഖ്യമന്ത്രി മതി എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആവശ്യം. ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നു, ജനങ്ങളെ ചിരി മുഴുവൻ മാഞ്ഞു. ബബായ്.